നമസ്കാരമുണ്ട്. നമസ്കാരം. നമ്മൾ ഈ പ്രകൃതി ഭംഗി ഉള്ള ഈ കാട്ടിൽ വന്നേക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ആത്മീയമായിട്ടുള്ള ഒരു സംഭാഷണം നടത്തിയാലോ? ഉറപ്പായിട്ടും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു നേച്ചർ മെഡിറ്റേഷൻ നടത്തുക, അതിനെപ്പറ്റി? ഓക്കെ, നമുക്ക് ആദ്യം ഈ നേച്ചറിൻ്റെ ഒരു പിന്നിലുള്ള ഒരു ശാസ്ത്രീയത നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മെഡിറ്റേഷൻ ഈ നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഈ നേച്ചറിൻ്റെ ഒരു സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാമൻ ക്വയറ്റായിട്ട് ഈ നേച്ചറിനെ ഒന്ന് ഇവിടെ ഇരുന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. കിളികളുടെ ശബ്ദം കേൾക്കാൻ പറ്റും. തീർച്ചയായിട്ടും. കിളികളുടെ ശബ്ദത്തെക്കാളും വളരെ മൈന്യൂട്ടാണ് ഈ ഇലകളുടെ ശബ്ദം. കാറ്റടിക്കുമ്പോൾ ഇലകൾ അനങ്ങുന്നത്, ഈ ചെറിയ ചുള്ളിക്കമ്പുകൾ അനങ്ങുന്നത്. നല്ല വലിയ കാറ്റാണെന്നുണ്ടെങ്കിൽ ഈവൻ അതിൻ്റെ തടി പോലും വൈബ്രേറ്റ് ചെയ്യും. മുളയൊക്കെ നിൽക്കുകയാണെങ്കിൽ മുളയുടെ കമ്പുകൾ തമ്മിൽ ഉരസുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ പലതരത്തിലുള്ള ശബ്ദങ്ങളെ നമുക്ക് ശ്രവിക്കാൻ പറ്റും നേച്ചറിനെ നമ്മൾ കീനായിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള എനർജി വൈബ്രേഷൻസിൻ്റെ ഒരു എക്സിസ്റ്റൻസ് ആണ് ശരിക്കും പ്രപഞ്ചം എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾ നിലനിൽക്കുന്നതും ഈ ഒരു എനർജിയുടെ വൈബ്രേഷനിലാണ്. പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടുള്ള എനർജിയുടെ വൈബ്രേഷനിലാണ് പ്രപഞ്ചം പോലും നിലനിൽക്കുന്നത്. നമ്മൾ പലപ്പോഴും ആശ്ചര്യമായിട്ട് സയൻസൊക്കെ പഠിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ ഭൂമി അല്ലെങ്കിൽ ഈ സൗരയൂഥം ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ എങ്ങനെയാണ് ഈ ഭൂമി, ഈ സൗരയൂഥമൊക്കെ ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ നിന്ന് ഒരിക്കൽ പോലും മാറിയിട്ടില്ല. എത്രയോ കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞു. സൂര്യൻ മാറിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ആ സൂര്യനെ ഭൂമി ഒരു പ്രത്യേക ഒരു ഡയമെൻഷനിൽ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭൂമി സ്വയം പ്രദക്ഷിണം ചെയ്യുന്നു. ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ പ്രദക്ഷിണം ചെയ്യുന്നു. ഇങ്ങനെ എത്രയോ സൗരയൂഥങ്ങൾ ഒരു മിൽക്കി വേയിലുണ്ട്. ഇങ്ങനെ അനേകം മിൽക്കി വേ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. അപ്പോൾ എല്ലാം ഒരു വൈബ്രേഷൻ എനർജിക്കകത്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കെമിസ്ട്രിയൊക്കെ പഠിക്കുമ്പം നമ്മൾ ഈ ജീവനില്ല എന്ന് നമ്മൾ പറയുന്ന ഈ ഓബ്ജക്റ്റുകളുടെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കണിക എന്ന് പറയുന്നത് ആറ്റമാണ്. ജീവൻ ഉള്ളതിൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കണിക എന്ന് പറയുന്ന സെല്ലാണ്. ഈ സെല്ലിൻ്റെ എക്സിസ്റ്റൻസും ഒരു തരം വൈബ്രേഷനാണ്. ഓരോ സെല്ലിനകത്തും ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ ഉണ്ട്. ഇവയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊളാപ്സ് ഒന്നും ഇല്ലാതെ അങ്ങനെ നിലനിൽക്കുന്നതും ഈ എനർജി വൈബ്രേഷനിലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനർജി വൈബ്രേഷനിലാണ് ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിനകത്തുള്ള സകലത്തിൻ്റെയും എക്സിസ്റ്റൻസ്. അപ്പോൾ ശരിക്കുള്ള മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ തനതായ വൈബ്രേഷനുമായിട്ട് നമ്മുടെ ചിന്തയും നമ്മുടെ ശരീരവും നമ്മുടെ സ്പിരിറ്റും ആ വൈബ്രേഷനുമായിട്ടൊരു സിങ്ക്രണൈസേഷനിലേക്ക് വരുമ്പോഴാണ് ശരിക്കുമുള്ള നമ്മുടെ പൊട്ടൻഷ്യലിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും ഒരു അസുഖം വന്നു, പനി വന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കും. ഈ മരുന്ന് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മരുന്നിനകത്തുള്ള കെമിക്കൽ നമ്മുടെ ശരീരത്തിനകത്ത് അത് നമ്മുടെ രക്തവുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കകത്തുള്ള എനർജി സിസ്റ്റമായിട്ടോ ലയനം സംഭവിച്ചിട്ടാണ് അതിൻ്റെ റിസൾട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഒരു എനർജിയായിട്ട് മാറുവാണ് നമ്മൾ വീക്കായിട്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഗ്ലൂക്കോസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊരു എനർജി കിട്ടുമെന്നാണ് നമ്മൾ പറയുന്നത്. എനിക്ക് നല്ലൊരു എനർജി തോന്നും. സോ എവറിത്തിങ് ഈസ് ഇൻ ടേംസ് ഓഫ് എനർജി. സോ ഈ എനർജി സ്റ്റിമുലേഷൻ ശരിക്കുമുള്ള രീതിയിൽ, നാച്ചുറലായിട്ടുള്ള രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ പ്രകൃതിയുമായിട്ടുള്ള ഒരു സിങ്ക്രണൈസേഷനിലേക്ക് നമ്മൾ വരണം. അപ്പോൾ കുറച്ച് സമയം വന്ന് ഈ നാച്ചുറലായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷത്തിനകത്ത് നമ്മളൊന്ന് കണ്ണടച്ച് നമ്മുടെ ബോഡി കോൺഷ്യസും നമ്മുടെ മൈൻഡ് കോൺഷ്യസിനെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആ ഒരു സ്പിരിറ്റ് കോൺഷ്യസിനെ എനേബിൾ ചെയ്യാനായിട്ട് നമ്മൾ ഈ നേച്ചറുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ശരീരവും മനസ്സിനകത്തും ഒരു എനർജി വന്ന് നിറയും. ഇപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ എനർജിക്ക് വേണ്ടിയാണ് കഴിക്കുന്നത്, ഇല്ലേ? പോഷകങ്ങൾ കിട്ടാൻ, അത് എനർജിയായി മാറാൻ വേണ്ടിയാണ് കഴിക്കുന്നത്. ഇതേ എനർജി നമുക്ക് ഈ അന്തരീക്ഷത്തിന് പഞ്ചഭൂതങ്ങളിലൂടെ കിട്ടും. സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടും, കാറ്റിൽ നിന്ന് കിട്ടും, ഭൂമിയിൽ നിന്ന് കിട്ടും. ഈ പഞ്ചഭൂതങ്ങളിലൂടെ നമുക്ക് എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റും. അതിന് ആഹാരം വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് പറ്റും. കാരണം ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നതും പഞ്ചഭൂതങ്ങളാണ്. അപ്പോൾ ശരിയായ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ എനർജിയുമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ എനർജി സിങ്ക്രണൈസ് ചെയ്ത്, നമ്മുടെ മനസ്സിൻ്റെ എനർജി സിങ്ക്രണൈസ് ചെയ്ത്, നമ്മുടെ സ്പിരിറ്റിനെ സിങ്ക്രണൈസ് ചെയ്ത്, അങ്ങനെ നമുക്ക് എത്രത്തോളം അങ്ങനെ സിങ്കായിട്ടിരിക്കാൻ പറ്റുമോ അതാണ് ശരിക്കുമുള്ള മെഡിറ്റേഷൻ്റെ ആദ്യ ഘട്ടം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ആർജിച്ച അറിവുകളിനപ്പുറത്ത് നിന്ന് നമ്മുടെ ആത്മതലത്തിൽ, വിസ്ഡത്തിനകത്ത് ചില റിയലൈസേഷൻ നമുക്കുണ്ടാകും.
അതിനാണ് നമുക്ക് ഈ ആത്മബോധത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അത് നമ്മൾ പുസ്തകങ്ങളിൽ പഠിച്ചതോ കേട്ടതോ അറിഞ്ഞതോ മനസ്സിലാക്കിയതോ എക്സ്പീരിയൻസ് ചെയ്തോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല ഒരിക്കലും. അപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും, ഇത് എവിടെ നിന്നാണ് എനിക്ക് ഇപ്പോൾ ഈ ചിന്ത കിട്ടിയേ, ഈ അറിവിൻ്റെ ശകലം എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയേ എന്ന് നമുക്ക് തന്നെ വണ്ടറാകുന്ന തരത്തിൽ ആ ഒരു ലയനത്തിനകത്ത് നമുക്ക് ഈ കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റും. സോ അങ്ങനെ ഈ പ്രപഞ്ചത്തിനകത്തുള്ള സകലത്തെയും ഗ്രഹിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു എബിലിറ്റി ഈ ഒരു നേച്ചർ മെഡിറ്റേഷനകത്ത് നമ്മൾ സിങ്ക്രണൈസേഷനായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അതിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒന്നാലോചിച്ച് നോക്കി, നമ്മൾ പഠിക്കുന്ന സയൻസോ അല്ലെങ്കിൽ ബയോളജിയോ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്തമെറ്റിക്സ് എനി സബ്ജക്റ്റ്, അത് ഈ പ്രപഞ്ചത്തിൻ്റെ സയൻസാണ്. അപ്പോൾ നമ്മളതിനെ ഒരു സിലബസിലൂടെ പുസ്തകങ്ങളിലൂടെ പഠിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ അത് റീഡ് ചെയ്തെടുക്കുന്നത്. ഐസക് ന്യൂട്ടന് ഈ ലോ എവിടെ നിന്നാണ് കിട്ടിയേ? അദ്ദേഹം ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ വന്ന് വീണ ആപ്പിളോ എന്തോ ഒരു ഫ്രൂട്ട് വന്ന് വീണപ്പം അതിനെ അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ട് അങ്ങനെയാണ് അദ്ദേഹം ഗ്രാവിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. സോ അദ്ദേഹത്തിന് ഇത് കിട്ടിയത് പ്രപഞ്ചത്തിൽ നിന്നാണ്, ആ പ്രപഞ്ചമായിട്ട് ലയനം സംഭവിച്ചിരുന്നപ്പോഴാണ്. സോ എല്ലാ കാര്യങ്ങളെയും നമുക്കിങ്ങനെ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു റിസോഴ്സ് ഈ പ്രപഞ്ചം തന്നെ നമുക്ക് തരും. ഇനി മറ്റൊരു കാര്യം, ഈ സ്പിരിച്വൽ ബ്ലിസ് മെഡിറ്റേഷൻ, മനോജി അതിനെപ്പറ്റി ഞാൻ ഈ താങ്കളുടെ വെബ്സൈറ്റിൽ കാണാതെ വന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, ഈ സ്പിരിച്വൽ മെഡിറ്റേഷൻ ആയിട്ടിരിക്കുന്നത്. മെഡിറ്റേഷൻ തന്നെ പല രീതിയിലുണ്ട്. നമ്മുടെ ശരീരത്തിനെ റെസ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള മെഡിറ്റേഷൻ, ബോഡി മെഡിറ്റേഷൻ ഉണ്ട്. നമ്മുടെ മൈൻഡിൻ്റെ പ്രശ്നങ്ങളെ അലൈൻമെൻ്റ് ഒക്കെ തെറ്റിക്കിടക്കുകയാണെങ്കിൽ, ഡിപ്രഷനിലോ അല്ലെങ്കിൽ സ്ട്രെസ് ആയിട്ടിരിക്കുകയാണെങ്കിലോ ആൻസൈറ്റിയിലൊക്കെ ഇരിക്കണം, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റും ഇന്ന് കാണുന്ന പല മെഡിറ്റേഷനും ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള മെഡിറ്റേഷനാണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ സ്പിരിച്വൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും മൈൻഡും ബോഡിയുമായിട്ട് അതിന് ബന്ധമില്ല. മൈൻഡും ബോഡിയും വിട്ട് സ്പിരിറ്റ് അറലത്തിനകത്തിരുന്ന് കൊണ്ടുള്ള മെഡിറ്റേഷനാണ് ശരിക്കുമുള്ള സ്പിരിറ്റ് മെഡിറ്റേഷൻ. അതിന് ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പിരിറ്റ് എനേബിൾ ആകണം. സ്പിരിറ്റ് എനേബിൾ ആകാത്ത ഒരു വ്യക്തിക്ക് സ്പിരിച്വൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല, നോട്ട് പോസിബിൾ. അപ്പോൾ ബ്ലിസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സ്പിരിറ്റിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ആ സ്പിരിറ്റിൻ്റെ അറലത്തിനകത്തിരുന്ന് ആ ബോധത്തിനകത്തിരുന്ന് പ്രപഞ്ചത്തിൻ്റെ ആ ഒരു എനർജിയുമായിട്ട് സിങ്ക്രണൈസ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു തലമാണ് ബ്ലിസ് സ്പിരിച്വൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പണ്ടത്തെ ആൾക്കാർ ചെരുപ്പിടാതെ നടക്കുമായിരുന്നു. ചെരുപ്പിടാതെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ടോക്സിൻസ് ഭൂമിയിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകും. ഒപ്പം തന്നെ ഭൂമിക്കകത്തുള്ള ചില മൂലകങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറും. അത് ബോഡി മെഡിറ്റേഷൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ നമ്മൾ ഈ ആഭരണങ്ങളിടും, തളയിടും, വളയിടും, മോതിരമിടും, മാലയിടും. ഇതൊക്കെ ഇടുമ്പോഴും ആ ലോഹത്തിൽ നിന്നുള്ള വൈബ്രേഷൻസ് നമ്മുടെ ശരീരത്തിനകത്തേക്ക്, അതുപോലെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഒക്കെ പോകാറുണ്ട്. അതും ശരീരത്തിന് വേണ്ടിയിട്ടുള്ളൊരു മെഡിറ്റേഷനാണ്. എനിക്കൊരു പ്രശ്നമുണ്ട്, ഈ വെള്ളിയിലുള്ള ആഭരണം ഇടുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ആ വെള്ളി കറുത്തു പോകും. അപ്പം ചില ആൾക്കാരുടെ ശരീരത്തിനകത്തുള്ള അപ്പോൾ അത് ആ ടോക്സിൻസ് ഇത് അബ്സോർബ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ കോപ്പറിലുള്ള സാധനം നമ്മുടെ കാലിൽ തളയായിട്ടൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് ആ കോപ്പർ നമ്മളെ സഹായിക്കും, ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പോൾ അതിന് വേണ്ടിയ ലോഹങ്ങൾ ഇടുന്നത്. അപ്പോൾ അത് ബോഡിയിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റും. സോ ഇതേപോലെ തന്നെ നമുക്ക് സ്പിരിറ്റിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ആ എനർജി ലെവലിൻ്റെ ആ സ്റ്റിമുലേഷനിലൂടെ നമുക്ക് സ്പിരിറ്റിനകത്ത് അങ്ങനെ സോക്ക് ചെയ്തിരുന്ന് ധ്യാനിക്കുന്ന സമയത്ത് നമുക്ക് ഈ ആത്മീയമായിട്ടുള്ളൊരു ഉത്തേജനം, ആത്മീയമായിട്ട് നമുക്ക് ഒരു ഫ്രഷ്നെസ് ഒക്കെ സ്പിരിറ്റിൻ്റെ ആക്ടിവേഷനിലൂടെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒന്നാണ് ഈ ബ്ലിസ് സ്പിരിച്വൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും ഗുണങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു സ്പിരിറ്റ് ആക്ടിവേഷൻ കിട്ടിയ വ്യക്തികളോട് പറഞ്ഞാൽ അത് മനസ്സിലാവും. ഒരു പിന്നെ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ റലങ്ങൾ ഒരുപാട് മനസ്സിലാവും. പക്ഷെ ഇത് കേൾക്കുന്ന ഒരു സാധാരണപ്പെട്ട വ്യക്തികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? കാരണം ഒരു ഡോക്ടറും തമ്മിൽ സംസാരിക്കുമ്പം അവർ അനാട്ടമിയെ കുറിച്ച് പറയും, ടേംസ് ഒക്കെ എൻ്റയർലി ഡിഫറെൻ്റ്. ആ കാര്യങ്ങൾ സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് മനസ്സിലാകത്തില്ല, മെഡിക്കൽ ഭാഷ മനസ്സിലാകത്തില്ല. അപ്പോൾ
അതുപോലെയാണ് ഈ സ്പിരിറ്റ് തലത്തിനകത്ത് നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർ എന്തോ പിച്ചുമ്പയും പറയുന്നു, അല്ലെങ്കിൽ എന്തോ വട്ട് പറയുന്നു, ഇവർക്കൊന്നും വേറെ വേലയില്ലേ, അല്ലെങ്കിൽ രണ്ട് പാവങ്ങളെ സഹായിക്കാൻ ഈ സമയം കൊണ്ട് യൂസ് ചെയ്തൂടെ, എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ പറയുവാണല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ അവരിതിനെ ഗ്രഹിക്കാം. പക്ഷെ ഇത് മറ്റൊരു ഉന്മാദമാണ് എന്നുള്ളത് പെട്ടെന്ന് ആർക്കും മനസ്സിലാകത്തില്ല. അപ്പോൾ ശരിക്കും ബ്ലിസ് സ്പിരിച്വൽ മെഡിറ്റേഷൻ ഇത്തരത്തിൽ സ്പിരിറ്റിൻ്റെ റലത്തിൽ നിന്നുകൊണ്ടുള്ള ആസ്വാദനവും അപ്ഗ്രഡേഷനും അത്തരത്തിൽ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മിലൂടെ ഈ ഭൂമിയിലേക്ക് നിറവേറ്റാൻ പറ്റുന്ന നമ്മുടെ മിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, പല ഡയമെൻഷനിലുള്ള കാര്യങ്ങൾ നമുക്ക് ആ ബ്ലിസ് മെഡിറ്റേഷനിലൂടെ, ആ ബ്ലിസ് എന്ന് പറഞ്ഞാൽ ഞാനിട്ടേക്കുന്ന ഇതിൻ്റെ പേരാണ്. എനിവേ ആ സ്പിരിച്വൽ മെഡിറ്റേഷനകത്തുകൂടെ നമുക്ക് അച്ചീവ് ചെയ്യാനും നമുക്കതുകൊണ്ട് മുമ്പോട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിനോട് ആർജിക്കാൻ പറ്റും. അല്ല, ഇത് ഇപ്പോൾ വളരെ മനോഹരമായിട്ട് മനസ്സിലാവുന്ന തരത്തിൽ, ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന തരത്തിലാണ് ഇപ്പോൾ മനോജ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഈ പങ്കുവച്ചതിനും ഷെയർ ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദി. താങ്ക് യു.